ഹായ് ഓൾ, ഞാൻ ഫവാസ്. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ആദ്യം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇത് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആർ ബോർഡ് ഹെഡ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ദർ ആർ ത്രീ എലമെൻറ്റ് ഓഫ് കോസ്റ്റ്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. ഇത് പറയുന്നത് പ്രോഡക്റ്റിലോ സർവീസുകളിലോ ഇൻവോൾവ് ആയിരിക്കുന്നതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് അനലൈസ്ഡ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻ ടു മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ഈസ് കാൾഡ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഇത് പറയുന്നത് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് എന്നിവയുടെ ടോട്ടൽ വിശകലനത്തെയാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇത്. അടുത്തതായി പറയാൻ പോകുന്നത് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ചാർട്ടാണ്. ആദ്യം കോസ്റ്റിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതിൽ മെറ്റീരിയലിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്: ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും. അതേമാതിരി ലേബറിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസിന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്: ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എല്ലാ ഇൻഡയറക്റ്റ് ചാർജുകളെയും കൂടി ചേർന്നത് ഓവർ ഹെഡ് ഉണ്ടാക്കുന്നത്. ഓവർ ഹെഡിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു: ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇതാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ചാർട്ട്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഓർ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഇത് പറയുന്നത് പ്രോഡക്റ്റും സർവീസും ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പ്രൈസിനെയാണ്, ചാർജാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽസിൻ്റെ ചാർജിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. The material can be classified into direct material and indirect material. അത് മെറ്റീരിയൽസിന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡിഫൈൻ ആസ് മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇത് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റിനെ തിരിച്ചറിയാനും കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് അനുവദിക്കാനും കഴിയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി ഈ മെറ്റീരിയൽസിനെ അലോക്കേറ്റ് ചെയ്യാനും കഴിയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് ലെതർ ഷൂസ്, മെഷീൻസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലിന് ഉദാഹരണങ്ങളാണ്. ഡയറക്റ്റ് കോസ്റ്റ് ആൾസോ നോൺ ആസ് പ്രോസസ് മെറ്റീരിയൽ, പ്രൊഡക്റ്റീവ് മെറ്റീരിയൽസ് ഓർ പ്രൈം കോസ്റ്റ് മെറ്റീരിയൽ എന്നിങ്ങനെ മൂന്ന് പേരിലായി കണ്ടും ഡയറക്റ്റ് മെറ്റീരിയൽസ് അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡിഫൈൻ ആസ് മെറ്റീരിയൽ കോസ്റ്റ് വിച്ച് cannot be allocated but which can be apportioned to or absorbed by cost units. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു മേശ ഉണ്ടാക്കാൻ വേണ്ടി മേശയ്ക്ക് വേണ്ട ആണി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് ലേബർ കോസ്റ്റ്. ഇത് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു വർക്ക് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഈസ് കാൾഡ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന വർക്കേഴ്സിന് നൽകുന്ന വേജിനെയും സാലറിനെയാണ്, അവർക്ക് നൽകുന്ന റെമ്യൂണറേഷനെ പറയുന്നതാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ലേബർ കോസ്റ്റിന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. ഡയറക്റ്റ് ലേബർ ഡിഫൈൻ ആസ്
wage which can be identified with and allocated to cost center or cost unit. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഒരു ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഡയറക്റ്റായി പങ്കെടുത്ത വർക്കേഴ്സിന് നൽകുന്ന റെമ്യൂണറേഷൻ, വേജ്, സാലറി എന്നിവയാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബർ ആൾസോ നോൺ ആസ് കോസ്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബേഴ്സിൻ്റെ എക്സാമ്പിളാണ് വേജ് പെയ്ഡ് ഇൻ ദ ഡയറക്റ്റ് വർക്കേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ഇതൊക്കെ ഡയറക്റ്റ് ലേബേഴ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ലേബേഴ്സാണ്. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ വേജ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ്, വിച്ച് ക്യാൻ ബി അപ്പോർഷൻഡ് ടു ഓർ അബ്സോർബ്ഡ് ബൈ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇത് പറയുന്നത് ലേബർ ഡയറക്റ്റ് ആയിക്കാണ്ട് പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ ലേബേഴ്സിന് പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ ജോബിനെ കുറിച്ചോ ഒരു വ്യക്തത ഉണ്ടാവില്ല. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ജോബുമായി പർട്ടിക്കുലർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടവരല്ലായിരിക്കില്ല. ഉദാഹരണത്തിന് വാച്ച്മാൻ, ക്ലീനേഴ്സ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ലേബേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത എലിമെൻ്റാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസ്. എക്സ്പെൻസ് ആർ ടു ടൈപ്പ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് പറയുന്നത് മെറ്റീരിയൽസും ലേബറും ഒഴികെയുള്ള എല്ലാ കോസ്റ്റും എക്സ്പെൻസ് എന്നതാണ് പറയുന്നത്. ഇതിൻ്റെ രണ്ട് തരങ്ങളാണ് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എക്സ്പെൻസിൻ്റെ ഫസ്റ്റത്തെ ടൈപ്പാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഡിഫൈൻ ആസ് expense which can be identified with and allocated to cost center or cost unit. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് ഇല്ലാതെ പ്രൊഡക്ഷൻ മുമ്പോട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള എക്സ്പെൻസാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് ഡയറക്റ്റ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് പവർ, മെഷീൻസ്, ഇതൊക്കെ അതിന് പറ്റിയതാണ്. അതില്ലാതെ പ്രൊഡക്ഷൻ മുമ്പോട്ട് പോകില്ല. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണങ്ങളാണ് സ്പെഷ്യൽ ഡ്രോയിങ്, ഡിസൈനിങ്, പാറ്റേൺ, മോഡൽസ്. ഇതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണങ്ങളായി പറയാവുന്നതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആൾസോ നോൺ ആസ് ചാർജബിൾ എക്സ്പെൻസ് ഓർ പ്രൈം കോസ്റ്റ് എക്സ്പെൻസ് ഓർ പ്രോഡക്റ്റ് എക്സ്പെൻസ്. അടുത്തത് പറയാൻ പോകുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡിഫൈൻ ആസ് എക്സ്പെൻസ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ബട്ട് വിച്ച് ക്യാൻ ബി apportioned to absorbed by cost center or cost unit. ഇത് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് cannot identify a particular product or job. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണങ്ങളാണ് റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണങ്ങളായി പറയാവുന്നതാണ്. അടുത്തത് പറയാൻ പോകുന്നത് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ചാർജുകളെല്ലാം കൂടിയതാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ദർ ആർ അഗ്രിഗേറ്റഡ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബലും ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടി ചേർന്നതാണ് ഓവർ ഹെഡ്സ് എന്നതാണ്. ഈ ഓവർ ഹെഡ്സ് ആൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ്, ബേർഡൻ എന്നീ വേർഡുകളിലും ഓവർ ഹെഡ്സ് അറിയപ്പെടുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ഫംഗ്ഷൻ ഓവർ ഹെഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ഇത് പറയുന്നത് ഓവർ ഹെഡ്സിനെ 4ആയി തരംതിരിച്ചിരിക്കുന്നതാണ്. ഫസ്റ്റത്തത് ഫാക്ടറി ഓവർ ഹെഡ്സ്, ഓഫീസ് ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ഓവർ ഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സിൽ ഫസ്റ്റ് പോയിൻ്റായ ഫാക്ടറി ഓവർ ഹെഡ്സ്. ഇത് പറയുന്നത് there are indirect charges incurred in connection with production in the factory. This include indirect material, indirect labor and indirect expense in producing goods or service in the factory. ഇത് പറയുന്നത് ഫാക്ടറിയിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഡയറക്റ്റ് ചാർജുകളെയാണ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർ ഹെഡ്സ് ആൾസോ നോൺ ആസ് വർക്ക് ഓവർ ഹെഡ്സ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫാക്ടറി റെൻറ്റ്, പ്ലാന്റ് ഡിപ്രിസിയേഷൻ, റിപ്പയർ ടു മെഷീനറി ആൻഡ് ഫാക്ടറി ബിൽഡിംഗ്,
ഫാക്ടറി ഇൻഷുറൻസ്, ഡ്രോയിങ്സ്, ഓഫീസ് സാലറീസ്, ഗ്യാസ്, പവർ എക്സെട്ര ഇതൊക്കെ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ഓവർഹെഡ്സ് ആണ് ഓഫീസ് ഓവർഹെഡ്സ്. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. പറയുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇൻഡയറക്റ്റ് ചാർജുകളെയാണ് ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഓഫീസ് ഓവർഹെഡ്സിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ഓഫീസ് റെൻറ്റ്, ഓഫീസ് സാലറി, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ് ഒക്കെ, ഓഡിറ്റേഴ്സ് ഫീ, ഇതൊക്കെ ഓഫീസ് ഓവർഹെഡുമായി ബന്ധപ്പെട്ടതാണ്. ഓവർഹെഡ്സ് ആണ് സെല്ലിംഗ് ഓവർഹെഡ്സ്. ഇത് പറയുന്നത് ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് സെയിൽസ്, ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് റീറ്റെയിനിങ് ദ കസ്റ്റമേഴ്സ്. ഇത് പറയുന്നത് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും കസ്റ്റമേഴ്സിനെ നിലനിർത്താനുമായി ചെയ്യുന്ന ചെലവുകളെയാണ് സെല്ലിംഗ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങളായി പറയുന്നതാണ് എക്സ്പെൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്മാൻ സാലറി ആൻഡ് കമ്മീഷൻ, സ്മാൾ ഗിഫ്റ്റ്, ഇതൊക്കെ സാമ്പിൾസ്, ഇതൊക്കെ സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ഓവർഹെഡ്സ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഇത് പറയുന്നത് ദീസ് ആർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഫ്രം ദ ടൈം the product are completed in the factory till they reach their destination. These are cost of moving the goods from factory to the place of customer. ഇത് പറയുന്നത് ഫാക്ടറിയിൽ നിന്നും പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് മുതൽ പ്രോഡക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള ഇൻഡയറക്റ്റ് ചാർജുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചാൽ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത് വരെയുള്ള ചാർജുകളെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിന് എക്സാമ്പിൾസ് ആണ് ഗോഡൗൺ റെൻറ്റ്, വെയർ ഹൗസ് സ്റ്റാഫ് സാലറി, പാക്കിംഗ് എക്സ്പെൻസ്, ഡെലിവറി വാൻ എക്സ്പെൻസ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്രയുമാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.